കൊല്ലം ഉള്ളിയക്കോവിലിൽ കൊടും ക്രൂരത. വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ജീവനൊടുക്കി. ഉള്ളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജാണ് മരിച്ചത്. ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. കാറിലെത്തിയ നീണ്ടകര സ്വദേശി തേജസ് രാജാണ് കുത്തി കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി പ്രതി ജീവനൊടുക്കി. കൊല്ലം ഫാത്തിമ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഫെബിൻ ജോർജ്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? വിനീഷ്, ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഉളിയക്കോവിലേക്ക് എത്തിയ ഈ ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ നീണ്ടകര സ്വദേശി ഫെബിൻ ജോർജിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് ഈ ഫെബിൻ ജോർജിന്റെ പിതാവിനെ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ കണ്ടുനിന്ന ഈ ഫെബിൻ ജോർജ് അവിടേക്ക് എത്തിയപ്പോൾ ഈ ഫെബിൻ ജോർജിന്റെ ശരീരത്തിലേക്ക് ഇയാൾ കുത്തി ഇറക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോൾ ഉള്ള ദ്രാവകം ഇവരുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. പിന്നാലെ പോലീസ് അവിടേക്ക് എത്തുന്നു. പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ റെയിൽവേ ട്രാക്കിനടുത്ത്, കടപ്പാക്കട റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നത്. തുടർന്ന് അവിടേക്ക് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ നീണ്ടകര സ്വദേശി തേജസ് രാജാണെന്നുള്ള വിവരം ലഭിക്കുന്നത്. പിന്നീട് ഇത് രണ്ടുമായി പോലീസ് കണക്ട് ചെയ്യുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ ട്രെയിനിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിനുശേഷമാണ് എന്താണ് കാരണമെന്നുള്ളതിനെ പറ്റി പോലീസ്. മനോജ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം. മനോജ് തുടരുക. ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കമ്മീഷണറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. മർഡറിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. 112 ഫോൺ വന്നു. അവിടെ ചെന്നപ്പോഴാണ് ഒരു മകനും അച്ഛനും കുത്തേറ്റതായിട്ട് അറിഞ്ഞത്. പിന്നെ അവിടെ ബെൻസിയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ പോലീസ് പാർട്ടി അവിടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചെന്നു. അപ്പോൾ പയ്യൻ മരിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഫാത്തിമ കോളേജിലെ സെൽഫ് ഫൈനാൻസ് കോളേജിൽ BBAക്ക് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥി പെരുന്നാണെന്ന് അറിഞ്ഞത്. തുടർന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ശേഷമാണ് കൊല്ലത്തെ കടപ്പാക്കടയുള്ള മനോരമ ഓഫീസിന് മുൻവശം റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഒരു കാറ് കൃത്യത്തിനുപയോഗിച്ച വൈറ്റ് വാഗണർ കാറ് കിടക്കുന്നതായി കാണും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ റൂം വേണ്ടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്യുന്നത്. മനോജ്, പോലീസിന് പക്ഷേ ഇതിൽ എന്താണ് സംഭവം, എന്തിനു വേണ്ടിയാണ് കൊലപാതകം എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിനീഷ്, ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം, ഇതിന്റെ ഈ കാരണത്തെ പറ്റിയിട്ടുള്ള പ്രതികരണം പോലീസ് നടത്തിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫെബിൻ ജോർജിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ നീണ്ടകര സ്വദേശിയായിട്ടുള്ള തേജസ് രാജിന്റെ കുടുംബവും തമ്മിലുള്ള മുൻപരിചയം. ഈ തേജസ് രാജ് ഫെബിൻ ജോർജിന്റെ സഹോദരിയെ വിവാഹാലോചന നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ വിവാഹാലോചനയിൽ നിന്ന് ഈ വീട്ടുകാർ പിന്മാറുകയും പിന്നീട് ഈ ഫെബിൻ ജോർജിന് ഇത്തരത്തിലൊരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് ഈ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പെട്രോളും കൊണ്ടാണ് ഈ വാഗണർ കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് ഈ തേജസ് രാജ് വരുന്നത്. തുടർന്ന് ഈ പിതാവിന് നേരെ ആക്രമണമായിരുന്നു. അതിനുശേഷമാണ് ഫെബിന്റെ ശരീരത്തിൽ ഈ കുത്തിയിറക്കുന്നത്. എന്തായാലും കുത്തേറ്റ് പുറത്തേക്ക് ഓടിയ ഫെബിൻ ഈ മതിലിന് സമീപത്ത് നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഫെബിൻ അവിടേക്ക് വീഴുമ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ അവിടെ ഓടിക്കൂടുകയാണ്. തുടർന്ന് ഈ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു വാഗണർ കാർ ഈ കടപ്പാക്കട റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ളതായി വിവരം ലഭിക്കുന്നത്. ഈ കാറിലെ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. അതിൽ ഈ രക്തക്കറ പുരണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അതിന് സമീപത്ത് നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി. ഈ ട്രെയിനിലേക്ക് ഈ തേജസ് രാജ് ചാടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തേജസ് രാജ് മനോജ്, നിലവിൽ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങളിലേക്ക് കടന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഫെബിൻ ജോർജിന്റെ അച്ഛന്റെ സ്ഥിതി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു? ആശുപത്രി വൃത്തങ്ങൾ എന്താണ് പറയുന്നത്? നിലവിലിപ്പോൾ ഈ ഫെബിൻ ജോർജിന്റെ പിതാവ് ചികിത്സയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഈ കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. അതായത് മാരകമായിട്ടുള്ള പരിക്കല്ല എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ഈ ഫെബിന്റെ പിതാവ് ചികിത്സയിൽ കഴിയുകയാണ്. ഈ മരിച്ച
ഈ കൊല്ലപ്പെട്ട ഫെബിന്റെ മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഭാഗത്താണ് കുത്തേറ്റിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഇത് മറ്റൊരു കാര്യം, ഈ തേജസ് രാജ് എന്ന് പറയുന്ന പ്രതി ഒരു ക്രൈം ബ്യൂറോ SIയുടെ മകൻ കൂടെയാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കുടുംബവുമായി ഇവർക്ക് നേരത്തെ തന്നെ മുൻപരിചയം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഈ തർക്കത്തിലേക്ക് കൊല്ലത്ത് കൊടും ക്രൂരത വ്യക്തിപരമായ കാരണങ്ങളാലാണ് കൊലപാതകം എന്നാണ് മനോജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബിൻ്റെ അച്ഛൻ്റെ സ്ഥിതിയും ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ ദുരൂഹതകൾ ഇനിയും അഴിയാനുണ്ട്. വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകുകയായിരുന്നു മനോജ്.